ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറിയണമെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് 3 മുതൽ 4 മടങ്ങ് നമുക്ക് ഇങ്ങനെ സപ്ലിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് അധികമായിട്ട് കിട്ടുന്നു. ക്ലിയർ ആണോ? ഇതിൽ 100 ഗ്രാമിൽ 3-4 മടങ്ങ് നമുക്ക് ഓരോന്നിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ വെൽബീയിങ്ങിനെ ടോട്ടലായിട്ട് സഹായിക്കുന്ന ഒരു വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സിബക്ട്രോൺ. ഇനി കുറച്ചും കൂടി ഇതിന്റെ പഠനങ്ങൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഏതാണ്ട് ഓറഞ്ച് നാരങ്ങയിൽ എല്ലാത്തിനും ആ ഒരു പഠനത്തിൽ പറയുന്നത് 300 മുതൽ 400% വരെ മറ്റ് ഓറഞ്ചുകളും ലെമണൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്, ബ്ലൂബെറീസിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫാറ്റി ആസിഡുകളായിക്കോട്ടെ എല്ലാത്തിന്റെയും ശതമാനക്കണക്കിൽ എടുക്കുമ്പോൾ 50% മുകളിലേക്ക് എത്തിക്കാനും ഇതിലുള്ള 2 തരം പഠനങ്ങൾ, ആദ്യ ഒരു പഠന റിപ്പോർട്ട് പറഞ്ഞു, രണ്ടാമത്തെ പഠനത്തിലും ഈ വൈറ്റമിൻ എ ആയിക്കോട്ടെ 100 മുതൽ 200% വരെ ക്യാരറ്റിനേക്കാളും സ്വീറ്റ് പൊട്ടാസിനേക്കാളും ഒക്കെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്പിരിച്ചിനേക്കാളും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലും വളരെയധികം 4 മുതൽ 20% അങ്ങനെ ഓരോന്നും, അതായത് 4 മടങ്ങിലധികം മുതൽ 200 മടങ്ങ് വരെയും നമുക്ക് എത്തിക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കഥ വീണ്ടും ആവർത്തിക്കുന്നു. എന്ത് മൃതസഞ്ജീവിനി ലക്ഷ്മണന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കൊണ്ടുവരുന്ന പോലെ നമ്മുടെ മുന്നിലും ഇതുപോലെ ഒരു മൃതസഞ്ജീവിനി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റേജിന്റെ സിബക്ട്രോൺ. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്ത് ചെയ്യുന്ന സപ്പോർട്ട് കൊടുക്കുന്നു, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇതാക്കുന്നു, ജോയിന്റ് ഹെൽത്തിന് വേണ്ട ഒമേഗ 3 കിട്ടുന്നു, കണ്ണിന്റെ ആരോഗ്യത്തിന് ഒമേഗ 3 കിട്ടുന്നു, നമ്മുടെ ഫെറ്റൽ ഡെവലപ്മെന്റ്, നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ ഡെവലപ്മെന്റ്സിനും പ്രഗ്നൻസിയിലും സഹായിക്കുന്നു. അങ്ങനെ നോക്കുന്ന സ്കിന്നിലും അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മുടെ സിബക്ട്രോൺ. ഈ സിബക്ട്രോൺ നമുക്ക് മറ്റ് നമ്മുടെ ഇതിൽ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഇൻക്രീസ് സെക്ഷൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിലേക്കും സ്റ്റാമിന, ഞാൻ ആദ്യത്തെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ സ്റ്റാമിന ഇൻക്രീസ് ഒരു സ്ക്രീൻ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ സ്റ്റാമിന എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ജെൻസിന്റെ ബൂസ്റ്റ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണിനെ ഈ ഒമേഗ 7 എന്ത് പറ്റുന്നു? അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ സപ്ലൈക്കും അതിന്റെ എനർജി ലെവൽ കൂട്ടാൻ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടാൻ ഈ ഒരു ഘടകത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ പ്രോപ്പർ ആക്കാൻ, അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ എന്ത് പറ്റുന്നുണ്ട്? അതുവഴി നമ്മുടെ സെക്ഷൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്കും മൃതസഞ്ജീവിനി അല്ലെങ്കിൽ നമ്മുടെ സിബക്ട്രോൺ സഹായിക്കുന്നു. സ്പേം ക്വാളിറ്റി, നമ്മുടെ സ്പേം ക്വാളിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി ആവുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതാവുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ, ബീജത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയില്ലേ, അതിന് ആന്റി ഓക്സിഡന്റുകളും ഫാറ്റി ആസിഡുകളും സ്പേമിന്റെ മോർട്ടാലിറ്റിയും അതിന്റെ ശക്തി, വളരെ ലളിതമായി പറഞ്ഞാൽ അതിന്റെ സ്പീഡ് അതൊക്കെ കറക്ഷൻ ചെയ്യാൻ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇനി പലപ്പോഴും ജെൻസിനുണ്ടാവുന്ന പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, ഇതുമായി ഉണ്ടാവുന്ന ഈ ഹാപ്പി ലൈഫ് കുറയ്ക്കാൻ പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, നമ്മൾ പ്രോസ്റ്റേറ്റ് കെയർ എന്നൊരു പ്രോഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? സിബക്ട്രോൺ. അവിടെ ഫാറ്റി ആസിഡുകൾ റെഡ്യൂസ് ചെയ്ത് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കറക്ഷൻ ചെയ്ത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് സിബക്ട്രോൺ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന, പലപ്പോഴും സെക്ഷൽ ഹാപ്പിനെസ് കുറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? നമ്മുടെ സ്ട്രെസ് ഒരു കാരണമാവുന്നത്. ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഒമേഗ 7, ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ 7 ഇതിൽ വളരെ കൂടുതലാണ്, നന്നായിട്ടുള്ളതാണ്. ഈ ഒമേഗ 7 നമ്മുടെ സ്ട്രെസ്സിനെ താഴോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഹാപ്പി ലെവലിലേക്ക് ഉയർത്താൻ ഒമേഗ 7 കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന ടൈപ്പ് ചെയ്യൂ. ക്ലിയർ ആണോ? യെസ്. ഷക്കീന മാഡം, രേഖ മാഡം, യെസ്. ഓക്കെ, ഞാൻ പേര് വായിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഞാൻ ജെൻസ് നമ്മുടെ സഹോദരന്മാർക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞെങ്കിൽ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സിബക്ട്രോൺ വുമൻസ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അവരുടെ ഹാപ്പി ലൈഫിലേക്ക് എങ്ങനെ അവരെ കൊണ്ടുപോകുന്നത്? അവരുടെ ബാലൻസ് ഹോർമോൺ, മൂഡ് സ്വിങ് ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്ക് ലൈഫിൽ നന്നായിട്ട് അവരുടെ പാർട്ട്ണറെ കൂടെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ബാലൻസ്, ഹോർമോണിന്റെ ബാലൻസ് അവരെ മാറ്റുന്ന വഴി അവിടെയും ഈ ഒമേഗ 7 നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്തെടുക്കാൻ, നിങ്ങളുടെ ഹാപ്പി ലൈഫിലേക്ക് പോകാൻ ഈ omega-7 ഇവിടെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വെജിനൽ ഹെൽത്ത് സഹായിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നില്ല, അത് നിങ്ങൾ ഗസ് ചെയ്തോളൂ. ഓക്കെ, ഇനി ലൂബ്രിക്കേഷൻ, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ട്. അവിടെയും ഈ omega-7 നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്കി നിങ്ങൾ ഗസ് ചെയ്തോളൂ, നമ്മുടെ ലൂബ്രിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഈ മെനോപോസൽ സിംറ്റംസ് കുറയ്ക്കാൻ, നൈറ്റ് രാത്രി കാലങ്ങളിൽ ഹോട്ട് ഫ്ലാഷ് പോലെയുള്ള അമിതമായിട്ടുള്ള വിയർപ്പുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ മൂഡ് സ്വിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യാൻ സിബക്ട്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസൈറ്റിയും കുറയ്ക്കുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഉറക്കത്തെ കിട്ടുന്നു, നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് omega-7 ബാക്കിയുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ഓവർ ഹെൽത്ത് തരാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഇവിടെ സിബക്ട്രോൺ കിട്ടാം. ഇപ്പൊ ഹോർമോൺ റെഗുലേഷൻ, ബ്ലഡ് ഫ്ലോ ആൻഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന, കാരണം നമ്മുടെ ഹാപ്പി ലൈഫ് ആണെങ്കിൽ നല്ല ബ്ലഡ് ഉണ്ടാവണം, ആ ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ഉണ്ടാവണം. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവണം. ഓരോരുത്തരും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ അഡൽട്സ്, മുതിർന്നവരാണ്, നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം നേരത്തെ പറഞ്ഞു. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും മൂഡ് എൻഹാൻസ് ചെയ്യാനും, ഓരോരുത്തരുടെ മൂഡ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് പോകാനൊക്കെ അതിന് പറ്റുന്നു. നമ്മുടെ സിബക്ട്രോൺ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അമൂല്യമായിട്ടുള്ള വൈറ്റമിൻസിന്റെയും ഒമേഗയുടെയും കലവറയായിട്ടുള്ള ഏഷ്യയിലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജിന്റെ പ്രൈം കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? 100% എനിക്കറിയാം കാറ്റഗറിയിൽ ആരൊക്കെ യൂസ് ചെയ്തവരൊക്കെ ചാറ്റ് ബോക്സിൽ യൂന്ന്